കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്തും കേന്ദ്രത്തിൽ സോണിയാഗാന്ധി ഭരിച്ചിരുന്നപ്പോഴും അവരെ ഇടതുപക്ഷം പുറത്തുനിന്ന് പിന്തുണച്ചപ്പോഴും പോലും കേരളത്തിന് എയിംസ് എന്നത് മിണ്ടാൻ പോയിട്ട് സ്വപ്നം കാണാൻ പോലും പറ്റുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് വരാൻ തന്നെ ആരും ശ്രമിച്ചിട്ടുമില്ല. നമ്മുടെ അറിവിൽ കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ എയിംസ് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് വാഗ്ദാനം നൽകിയ രാഷ്ട്രീയക്കാരൻ BJPയുടെ കരമന ജയനാണ്. പാറശാല 2021 മത്സരിച്ച അദ്ദേഹം വിജയിച്ചാൽ എയിംസ് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അത് ഉറപ്പ് നൽകിയത് സുരേഷ് ഗോപിയാണ്. രണ്ടുപേരും BJPക്കാരാണ്. ഈ രണ്ടുപേരുമല്ലാതെ എയിംസ് എന്ന് മിണ്ടിയിട്ടുള്ള കേരളത്തിലെ എത്ര രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? 2004, 2014 വരെ കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയം കേരളം പോയിട്ട് ഒരൊറ്റ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എയിംസ് അനുവദിച്ച് മേടിക്കാൻ കോൺഗ്രസ്സുകാരെ കൊണ്ടും കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. 10 വർഷം അഴിമതിയും കെടുകാര്യസ്ഥതയും അടിത്തറയാക്കി ഭരിച്ചിരുന്ന കോൺഗ്രസ് കാലത്ത് എയിംസ് അനുവദിച്ച് കിട്ടിയ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അത് ഉത്തർപ്രദേശിലെ റായ്ബറേലിയാണ്. റായ്ബറേലി സോണിയാഗാന്ധിയുടെ മണ്ഡലവും. എങ്ങനെയാണ് അവിടെ എയിംസ് എത്തിയതെന്നറിയാൻ ഇനി കവടി വെക്കാൻ ഒന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. മോദി വന്നതിന് ശേഷം ഡൽഹിക്കപ്പുറത്തേക്ക് എയിംസ് വ്യാപിപ്പിച്ചു തുടങ്ങി. 2014 വരെ 7 എയിംസ് മാത്രമുണ്ടായിരുന്ന ഇന്ത്യക്ക് ഇന്ന് ഏതാണ്ട് 30 അടുപ്പിച്ച് എയിംസ് ഉണ്ട്. കേരളത്തിൽ BJPക്ക് ഒരു MP ഉണ്ടായിട്ട് ആകെ 1.5 വർഷമേ ആകുന്നുള്ളൂ. ഈ 1.5 വർഷം കൊണ്ട് സുരേഷ് ഗോപി ഒറ്റയ്ക്ക് കല്ല് ചുമന്ന് എയിംസ് കെട്ടാത്തത് എന്ത് എന്നാണ് ഈ പറയുന്ന ആളുകളുടെ പ്രധാന ചോദ്യം. രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് കേരളത്തിന് എയിംസ് നൽകാത്തത് എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു കണക്ക് പറയാം. കേരളത്തിൽ ഒരു MP ഉണ്ടാകുന്നതിന് മുന്നേ, അതായത് BJP ഇവിടെ ഒരു MP ജയിപ്പിച്ചെടുക്കുമെന്ന തോന്നൽ പോലും ഇല്ലാതിരുന്ന 2020 മുന്നേയുള്ള കാലഘട്ടത്തിൽ BJP എയിംസ് അനുവദിച്ച് നൽകിയ സംസ്ഥാനങ്ങളെ നോക്കാം. ഒന്ന് ആന്ധ്രയിലാണ് 2019. 2019 തന്നെ പഞ്ചാബിൽ, 2019 തെലങ്കാനയിൽ, പിന്നീട് കാശ്മീരിൽ 2015-ലും 2019-ലും നിർമ്മാണം തുടങ്ങി ഈ വർഷം പ്രവർത്തനം ആരംഭിക്കാൻ നിൽക്കുന്നു. ബംഗാളിൽ 2019, മധുരൈ തമിഴ്നാടിൽ 2017 അപ്രൂവൽ കിട്ടി ഈ വർഷം പ്രവർത്തനം തുടങ്ങും. ഈ എയിംസ് അനുവദിച്ച ഒരൊറ്റ സംസ്ഥാനത്ത് പോലും BJP ഇന്നേ വരെ ഭരിച്ചിട്ടില്ല എന്നോർക്കണം. നിലവിൽ മോദിയെ എതിർക്കുന്നവരിൽ ഏറ്റവും ശക്തരായ നേതാക്കളാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും. അവർക്ക് വരെ എയിംസ് കിട്ടിയെങ്കിൽ ഇവരുടെ 10-1 പോലും എതിർപ്പുണ്ടാകാത്ത കേരളത്തിൽ എയിംസ് ലഭിച്ചില്ല എങ്കിൽ അത് കേരളം ഭരിക്കുന്നവരുടെയും BJP ഇതര MPമാരുടെയും കഴിവുകേട് മാത്രമാണ്. രാഷ്ട്രീയം നോക്കി വികസനം തടയുന്ന കോൺഗ്രസ് സംസ്കാരം ഉള്ളതുകൊണ്ടാകാം കേരളത്തിന് ഇതൊക്കെ കിട്ടാത്തത് രാഷ്ട്രീയ വിരോധം കൊണ്ടാണെന്ന് ഇന്ത്യ സഖ്യത്തിന്റെ അണികൾ വെച്ച് കാച്ചുന്നത്. BJPക്ക് എന്തായാലും അങ്ങനെയൊരു സംസ്കാരമില്ല. CAA-യും അനുച്ഛേദം 370 റദ്ദ് ചെയ്തപ്പോഴും മതത്തിന്റെ പേരിൽ പാർലമെന്റ് സ്തംഭിപ്പിക്കാൻ ഇറങ്ങിയ കേരളത്തിലെ ഇന്ത്യ സഖ്യത്തിന്റെ MPകൾ എയിംസിന് വേണ്ടി നാളിതുവരെ വേണ്ടിയിട്ടില്ല. എന്നിട്ട് അവരുടെ അണികൾക്ക് അതുകൊണ്ട് വരുമെന്ന് ഉറപ്പു നൽകിയ സുരേഷ് ഗോപിയോടാണ് കലിപ്പ്. 2026 എയിംസ് കൊണ്ടുവരുമെന്നോ ബജറ്റിൽ എയിംസ് പ്രഖ്യാപിക്കുമെന്നോ ഒരു BJP നേതാവ് പോലും പറഞ്ഞതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെന്തിനാണ് എയിംസ് എന്നൊരിക്കലും പോലും മിണ്ടാത്ത 19 MPമാരുടെ അണികൾ കരയുന്നത്? അതും മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഭരിച്ചപ്പോൾ ഇത് കൊണ്ടുവരാൻ കഴിയാത്തതിന്റെ സങ്കടമാണോ? നിങ്ങളുടെ കഴിവില്ലായ്മ ജനങ്ങൾ തിരിച്ചറിയുമെന്ന പേടി കൊണ്ടാണോ? കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ MPമാർക്ക് വൃത്തിയായി ചെയ്യാൻ അറിയാവുന്ന ഒരൊറ്റ ജോലിയേ ഉള്ളൂ. അത് ഏതെങ്കിലും സ്ഥലത്ത് കേന്ദ്രം ട്രെയിനിന്റെ സ്റ്റോപ്പ് അനുവദിച്ച് നൽകുമ്പോൾ അവിടെ പോയി നിന്നിട്ട് അത് താനാണ് കൊണ്ടുവന്നതെന്ന് കാണിക്കാൻ ഒരു ഫോട്ടോ എടുക്കുക. 1972 12-13 കിലോമീറ്റർ നീളമുള്ള കൊല്ലം ബൈപ്പാസ് 45 വർഷമായിട്ടും പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കാൻ കഴിയാത്തവരാണ് കേരളത്തിലെ ഇടതും വലതും. അത് തന്നെ മോദി വന്നതിന് ശേഷമാണ് പണി പൂർത്തിയാക്കി തുറന്നു നൽകിയത്. അങ്ങനെയുള്ള ഭരണം കണ്ട് ശീലിച്ച മലയാളികൾക്ക് എയിംസ് വാഗ്ദാനം ചെയ്ത സുരേഷ് ഗോപിയാണ് സത്യത്തിൽ തെറ്റുകാരൻ. എയിംസ് കേരളത്തിൽ കൊണ്ടുവരുമെന്ന് BJP വാഗ്ദാനം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് കൊണ്ടുവന്നിരിക്കും. 10-14 വർഷം തുടർച്ചയായി MP-ആയി കുപ്പായവും തയ്ച്ച് ലോക്സഭ കാണാൻ പോകുന്നവരെക്കാൾ 1.5 വർഷം മാത്രം MP-ആയ ഒരാളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷ വെച്ച് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആ ബഹളം വയ്ക്കൽ തന്നെ നിങ്ങൾ BJPയുടെ വികസനത്തിന് നിങ്ങൾ അറിയാതെ ഇടുന്ന മാർക്കാണ്. BJPയെ കൊണ്ട് മാത്രമേ ഇതൊക്കെ കഴിയൂ എന്നതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ്.